ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫസ്റ്റ് തന്നെ ഒരു അൺബോക്സിങ് കാണിച്ചു തരാം കേട്ടോ. സാധനം കൊണ്ടുവന്നിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് നിയക്കുട്ടിൻ്റെ ടീച്ചറെ ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നതേനി കേട്ടോ. അന്ന് കുടിരിക്കലിൻ്റെ അന്ന് ടീച്ചർക്ക് വരാൻ പറ്റിയില്ല. എന്തോ ഒരു ഇത് എങ്ങോട്ടോ അർജൻറ്റ് പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആള് വീടൊക്കെ കാണാൻ വന്നീനപ്പോൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് ചെയ്യണി കേട്ടോ. അപ്പം ഞാനും അത് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചതേനി കേട്ടോ. ഇത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ആണിയൊക്കെ അടിച്ച് കൊളത്തിടണം. പക്ഷെ ഇന്നേ വരെ അത് കൊളത്തിയിട്ടിട്ടില്ല കേട്ടോ. എനിക്കുണ്ടല്ലോ പുതിയതാവുമ്പോൾ എന്താ പറയുക, കേടെത്താനും ഒക്കെ ഒരു ഇടങ്ങാറാണല്ലോ. ആ ഒരു ഇതുകൊണ്ട് തന്നെ ചുമരും ആണി അടിക്കുമ്പോൾ ചുമരിന് വേദനിക്കൂലേ എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ആണി അടിച്ചിട്ടും തൂക്കിയിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് തൂക്കിയിടൊക്കെ ചെയ്യണം. ഞാനത് അൺബോക്സിംഗ് ഒക്കെ ചെയ്യണ കണ്ട ഉടനെ തന്നെ ഇവിടെ ഒരാൾ വന്നിക്കണേ. അത് പിടിച്ചു വാങ്ങാനൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ നമ്മുടെ ജനക്കൂട്ടനെ. അപ്പം എൻ്റെ പിന്നീട് എവിടെയെങ്കിലൊക്കെ ആണിയൊക്കെ അടിച്ചിട്ട് നമുക്കത് തൂക്കണം. അതുവരെ അതിനെ മെല്ലെ ഞാൻ വീണ്ടും എടുത്തേക്കട്ടെ കേട്ടോ. അപ്പം ആ ഒരു ഭാഗത്തോ കൂടിൻ്റെ ആ ഒരു ഭാഗത്തോ എവിടെയെങ്കിലൊക്കെ ആയിട്ട് വെക്കണം. അപ്പോഴേക്കും ഇവിടെ അൺബോക്സിങ്ങിന് ആള് കയറി എത്തിക്കണം കേട്ടോ. അപ്പം ഇനി വല്ല പെട്ടിയൊക്കെ വാങ്ങിയിട്ട് പെട്ടിക്ക് തന്നെ എടുത്ത് ഭദ്രമായിട്ട് പാത്തക്കട്ടെ കേട്ടോ. ഇനി പിന്നെ എപ്പോഴെങ്കിലൊക്കെ കുഞ്ഞുട്ടിക്ക് ഒഴിവുള്ള സമയത്ത് അത് തൂക്കാം. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇനി സ്വിച്ച് ബോർഡ് ഏതാ കമ്പനിന്ന്. GMന്റെ സ്വിച്ചാണ് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ച് തന്നെയാണ്. സ്വിച്ച് ബോർഡൊക്കെ വെക്കുമ്പോൾ സ്വിച്ച് ബോർഡും വയറും ഒന്നും ക്വാളിറ്റി ഇല്ലാത്ത വെച്ചാൽ നമുക്ക് എപ്പോഴും പണി കിട്ടിക്കൊണ്ട് നിൽക്കും. ഈ വീട് പണീൻ്റെ കാര്യത്തിലുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ വയറിങ്ങിനും പ്ലംബിങ്ങിനുമാണ് പൈസ തികയാത്തത് എന്നാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. പക്ഷെ അതാണെങ്കിലോ എടുത്ത പണി കാണൂല, ഇഷ്ടംപോലെ പൈസ വാണേനും. പിന്നെ വയറിങ്ങിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒക്കെ കാര്യത്തിലാവുമ്പോഴേ നമ്മൾ പൈസ അതിനൊന്നും വിലക്കുറവില്ല നോക്കിയിട്ട് ഇസ്കാനും പറ്റൂല. കാരണം പിന്നീട് നമുക്ക് പണി കിട്ടിക്കൊണ്ട് നിൽക്കും. വയറിൻ്റെ കാര്യത്തിലായാലും അതെ, സ്വിച്ച് ബോർഡിൻ്റെ കാര്യത്തിലായാലും അതെ, പ്ലംബിങ്ങിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ വില കുറവില്ലതൊക്കെ വെച്ച് ഇതാക്കണമെങ്കിൽ പിന്നെ പൊട്ടലും ചീറ്റലും ലീക്കും ഒക്കെ തന്നെ കാരണം പണി. പിന്നെ ഈ സ്വിച്ച് ബോർഡിന് ചുറ്റും ഈ വരച്ചത് കാണുന്ന വെച്ചാൽ എനിക്ക് തോന്നുന്നു ഉറുമ്പ് കയറാതിരിക്കാനെ കുറച്ചൊക്കെ എന്താ കുഞ്ഞുട്ടി വരച്ചിട്ടതാ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മളെ കാര്യത്തേക്ക് വരാം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഈവനിങ് വ്ളോഗ് ആകുമ്പോൾ ചായ വേണമല്ലോ. അപ്പൊ ചായ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. ചായ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളെ സബ്സ്ക്രൈബറായ ജിൻസി നമുക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ള ഈ ഒരു പോട്ടിലാണ് കേട്ടോ. ഇതിന്റെ ലിങ്ക് തരുമോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലിങ്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഞാനന്ന് ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ഒക്കെ ഇട്ട സമയത്ത് എന്നോട് കുറേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഒന്ന് തരുമോ എന്നുള്ളത്. അപ്പം ഞാൻ ആളടുത്ത് ചോദിച്ചിട്ട് ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് തന്നതാണ് കേട്ടോ. എൻ്റെ അടുത്താണെങ്കിൽ ആമസോണിൽ ഇല്ല, ഞാൻ ആമസോണിൽ നിന്നൊന്നും വാങ്ങലൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ ലിങ്കും ഒന്നും ഇല്ലേനും. അപ്പോൾ ഈ ടീപോട്ടിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കണം കേട്ടോ. നല്ല ക്വാളിറ്റി ഇല്ല, അടിപൊളി പാത്രമാണ് കേട്ടോ. ആ ഒരു ഗ്ലാസിൻ്റെ ലിഡൊക്കെ വരുന്നത് നല്ല കാണാനും ലുക്കാണ്. നല്ല കട്ടിയും കനൊക്കെ ഉള്ള നല്ല അടിപൊളി പാത്രമാണ്. പിന്നെ ഞാൻ വൈപ്പർ വാങ്ങിച്ചിട്ടുണ്ടേനി കേട്ടോ. നല്ലോണം വെള്ളമാകുമല്ലോ നമ്മളെ ഈ സിങ്കിന്ന് പാത്രം കേൾക്കുമ്പോൾ. സിങ്കിന് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ നല്ല വെള്ളമാണ് കൊണ്ട് എനിക്ക് വൈപ്പർ അത്യാവശ്യമേനി കേട്ടോ. അപ്പം ഞാൻ വൈപ്പർ വാങ്ങിച്ചിട്ടുണ്ടേനെ. ഇതിൽ വരും സോപ്പും പൊടിയൊക്കെ ആയിട്ട് ഒരു കാക്ക കേട്ടോ. അപ്പോൾ ആ ഒരു കാക്കാൻ്റെ അടുത്തുനിന്ന് അങ്ങനെ സോപ്പും പൊടി വാങ്ങിച്ച കൂട്ടത്തിൽ വാങ്ങിച്ചതേനി കേട്ടോ നമ്മളെ വൈപ്പർ. അപ്പോഴേക്കും സെരമോന് എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ടീപോട്ടിൽ നമുക്കിന്ന് ചായ വെക്കാം. ഇത് ഞാൻ അങ്ങനെ അധികം ഉപയോഗിച്ചില്ലൊന്നുമില്ല കേട്ടോ. ഞാൻ മറ്റേ ചായപാത്രത്തിൽ തന്നെയാണ് ഉപയോഗിച്ചല്. പിന്നെ വീഡിയോയിലൊക്കെ എടുക്കുമ്പോൾ ചില സമയത്ത് ഞാൻ ഇത് ഉപയോഗിക്കും കേട്ടോ. നമ്മൾ പുതിയ പാത്രം ഉണ്ടാവുമ്പോൾ അത് ഉപയോഗിക്കാതെ പഴയ പാത്രത്തിൽ തന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അത് കാണുന്ന നിങ്ങൾക്കൊരു വേറാവൂലേ. ഇല്ലാത്ത സമയത്ത് നമ്മളുള്ളത് വെച്ചിട്ട് വീഡിയോ ചെയ്തീനു. പക്ഷെ അത് വിചാരിച്ചിട്ട് ഉണ്ടാവുമ്പോൾ ഉള്ളതും കാണിക്കാതെ വീഡിയോ ചെയ്യണ്ടല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ ടീപോട്ട് ഞാൻ എടുത്തിക്കണം കേട്ടോ. മറ്റേതും ഞാൻ അധികം എപ്പോഴും യൂസ് ചെയ്യല തന്നെയാണ്. ഇത് പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചുകൂടി ഒന്ന് മൊഞ്ചായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ടീപോട്ട് എടുക്കണതാണ് കേട്ടോ.
നല്ല വെയിലാണ്, അതുകൊണ്ടാണ് കേട്ടോ ജനലൊക്കെ ഒന്ന് അടച്ചത്. പക്ഷേ ജനലടച്ചിട്ടും കാര്യമൊന്നുമില്ല, വെയിലുള്ളിലേക്ക് ഇങ്ങനെ വരും. നമ്മുടെ സേനക്കുട്ടനെ കണ്ടോ, നല്ല പൊരിഞ്ഞ പണിയാണ് കേട്ടോ. ആൾക്ക് പുതിയ പരിയിലെത്തിയപ്പോൾ താഴത്തെ തട്ടിൽ ഞാൻ വെച്ചതൊക്കെ വലിച്ചിട്ടിരുന്നു കേട്ടോ. ഓനെ പേടിച്ച് ഞാനൊന്നും അതിലധികം വെക്കലൊന്നുമില്ല, പായ് തലയണ അങ്ങനത്തെ വെക്കലുള്ളൂ. ഇപ്പൊ അതും വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി കടക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കുക, അങ്ങനെയൊക്കെ ഓരോരോ കാട്ടിലാണ് കേട്ടോ. ചൂലും മുറം കൊണ്ടുപോയി കണ്ടാണ് ഇപ്പൊ ആ പണിയൊക്കെ എടുക്കണത് കേട്ടോ. അടിച്ചു വരാൻ പോയതാ, അപ്പോഴാണ് അവിടുത്തെ ഒക്കെ ഒന്ന് ഒതുങ്ങി കിടക്കണ കണ്ടപ്പോൾ ആൾക്കൊരു സമാധാനക്കേട്. എല്ലാം ഇങ്ങോട്ട് വലിച്ചു വാരി പായ് വരെ നിവർത്തി വിടുകയാണ് കേട്ടോ. എന്തെങ്കിലേ ഒരു സമാധാനം കിട്ടുള്ളൂ. നമ്മൾ പിന്നെ റൂമിലും ഒക്കെ മറ്റേ ഇങ്ങനത്തെ കാണാത്ത ഗ്ലാസ് ഉണ്ടല്ലോ, അതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മൾ കാണുന്നതാവുമ്പോൾ പിന്നെ അതും കൊണ്ട് നമുക്കൊരു വലിയൊരു പ്രയോജനമല്ല, കറക്റ്റിന് ഇടേണ്ടി വരും. പക്ഷേ ഇത് ഉള്ളിന്നും പുറത്തുനിന്നും അങ്ങനെ കാണാത്ത സൈസ് ഗ്ലാസ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ജനമോന് നല്ല പായൊക്കെ നിവർത്തണ തിരക്കിലാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഓനി എടുക്കണം അങ്ങനെ വന്നതാണ്. നമ്മളെ ഈ മേശ ഉണ്ടല്ലോ, ഇതിനൊരു മേക്ക് ഓവറൊക്കെ ചെയ്യണം. അതിന് ഇങ്ങനെ സമയമായിട്ടില്ല, ആയി വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഇതിൻ്റെ മുകളിൽ ഞാൻ ആദ്യം ഒട്ടിച്ചിരുന്ന വാൾപേപ്പർ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് വലിച്ചു പറിച്ചെടുത്ത് ഇത്ര ആക്കിയാണ് കേട്ടോ. ഇനി ബാക്കിയും കൂടി വലിച്ചു പറിച്ചെടുത്തിട്ട് വേണം ഇതിമൊരു പുതിയ വാൾപേപ്പറൊക്കെ ഒട്ടിക്കാൻ. അന്ന് അസ്ലക്കുട്ടന് വണ്ടി വാങ്ങിയപ്പോൾ സെനൂക്കും വാങ്ങി എന്ന് പറഞ്ഞില്ലേ, ഇതാ ഈ ഓഫ് റോഡ് പോണ കുത്തി മറിയണ ഇങ്ങനെ ഒരു ചെറിയൊരു വണ്ടിയാണ് കേട്ടോ ഓന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 2 ദിവസം കുത്തി മറിഞ്ഞൊക്കെ പോയിട്ടുണ്ടായി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേന് ഓനതിൻ്റെ പേട്ടലി അങ്ങോട്ട് പിടിച്ചോടിച്ചു. അതോടുകൂടി കുത്തിമറിച്ചിൽ നിന്നു കേട്ടോ. അങ്ങനെ മക്കളൊക്കെ അപ്പോഴത്തേനും സ്കൂള് വിട്ട് വന്നിക്കണ് കേട്ടോ. സ്കൂൾക്ക് പോണതും ഒന്നും ഞാനൊരു ഡേ മൈ ലൈഫ് ഒന്നായിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ലേനി കേട്ടോ. ഇപ്രാവശ്യം അങ്ങനെ ഒരു ഡേ മൈ ലൈഫ് ഷൂട്ട് ചെയ്തിട്ട് തന്നെ അല്ല. സെനിമോന് നല്ല അലമ്പുണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സെനിമോൻ്റെ ഈ ഒച്ചയും വിളി കൊണ്ടാണ് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ സുബഹിക്ക് ആ ഒരു സമയത്ത് വോയിസ് ഓവർ കൊടുക്കണം കേട്ടോ. പക്ഷേ ചിലരൊക്കെ പറയും ആ സമയത്താകുമ്പോൾ തീരെ കേൾക്കണില്ല എന്നൊക്കെ. അപ്പോൾ മക്കളൊക്കെ വന്ന് ചായയൊക്കെ കുടിക്കണ തിരക്കിലാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കപ്പ് കേക്ക് ഉണ്ടായിരുന്നു, അതും കൂട്ടിയിട്ടാണ് കേട്ടോ ചായ കുടിക്കണത്. ഇവിടെ മക്കളും ഞാനൊക്കെ കപ്പ് കേക്കിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് കപ്പ് കേക്കാണ് ചായക്കടി ഉണ്ടാവൽ. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചായ കുടി കഴിഞ്ഞേക്കന്നെ മക്കൾ മണ്ടിയിട്ടുണ്ടായിരുന്നു. കളിക്കണ സമയമാണല്ലോ, സ്കൂളിട്ടന്ന് കുറച്ച് സമയം ഒന്ന് കളിക്കാൻ പോകും. അപ്പോൾ ഞാൻ ഉണ്ടല്ലോ ഇന്നലെ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇത് നമ്മളെ പൈപ്പിൻ്റെ ഉണ്ടല്ലോ എക്സ്റ്റൻഷനാണ് കേട്ടോ. നമ്മളെ കിച്ചണത്തെ ഞാൻ പറഞ്ഞില്ലേ പൈപ്പ് ചെറിയൊരു ഇതുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെ കുറച്ചുകൂടി നീളം കിട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനമാണ് കേട്ടോ അത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. എനിക്കിപ്പോൾ അത് വെക്കാനൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിന്മേൽ പണിയെടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ഞാനത് വെല്ലം കിട്ടി അവിടെ എടുത്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ കുഞ്ഞുട്ടിക്ക് വെക്കുമെങ്കിൽ കുഞ്ഞുട്ടിനെ കൊണ്ടൊന്ന് വെപ്പിച്ച് നോക്കണം. അപ്പോൾ സിങ്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോഴല്ല, വീഡിയോയുടെ ലാസ്റ്റിലുണ്ട് ഞാൻ അത് ഒരു പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് തെളിവ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ എനിക്ക് നല്ലോണം ഉപകാരപ്പെടും കേട്ടോ. എനിക്ക് പറ്റിയ അമളികൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്കെല്ലാം ഓരോന്നും നമ്മളത് ഇതുപോലെ തന്നെയുണ്ട്, ചെയ്തു വരുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ പോരായ്മകളും ഇതൊക്കെ അറിയാം. നമുക്ക് അതിനെക്കുറിച്ച് വലിയ ആധികാരികമായി അതിന് മുന്നേ ഒന്നും അറിവില്ല, അതുകൊണ്ടാണ് സിങ്കിൽ പാത്രം കഴിക്കുന്ന ശീലം വേണ്ടേ. അപ്പം ഞങ്ങൾ 4 മണി ഒക്കെ ആയപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോഴേ വല്ല കളിക്കാൻ ഇറങ്ങിട്ടോ. തൊഞ്ഞിൻ്റെ ഊത്തല്ലേ. അപ്പോൾ കുട്ടികൾ അതിലേക്ക് അധികം വണ്ടികളൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ അവിടെയൊക്കെ കളിക്കണ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും അവിടെ കുറച്ച് നേരമൊക്കെ പോയി നിന്ന് ഹോല് കളിക്കണതൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തു. അവരമ്മാൻ്റെ കുട്ടീനെ ചീത്ത അറിയണ ചീത്ത അറിയണേ കുട്ടി ഇപ്പൊ ഒന്ന് ഒളിച്ചിട്ടോ. അങ്ങനെ സമയമൊക്കെ ഇരുട്ടാവാനായിട്ടോ. അപ്പം ഇനി എല്ലാവരും ആട്ടി തൊളിച്ച് കൂട്ടുകയറ്റാനിരിക്കണേ. അപ്പോൾ കുട്ടികളൊക്കെ കളി കഴിഞ്ഞ് ഓലും തിരിച്ചോലെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. അപ്പം നിയമോക്കും അജുവിനൊക്കെ കുളിക്കണം, ജനുമോനെ മേലെ കഴിക്കണം. അങ്ങനെയൊക്കെ ഓലൊക്കെ മേലൊക്കെ കേകി ഞാൻ പിന്നെ അകത്ത് കയറ്റിയിട്ടുണ്ടായിന് കേട്ടോ.
അപ്പോൾ ഞാൻ ഫാനൊക്കെ ഗിഫ്റ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനില്ലേ, പക്ഷെ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേനില്ലേ. ഇത് ഇളച്ചൻ്റെ വക ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ, ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് കുഞ്ഞുട്ടിൻ്റെ അനിയൻ. റിമോട്ട് ഫാനാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫാനായിരുന്നത്. അതിൻ്റെ ആ ലീഫ് ഉണ്ടല്ലോ, അത് വുഡനാണ് കേട്ടോ സംഗതി. അപ്പം നല്ല ഭംഗിയൊക്കെയുള്ള ഒരു ഫാനായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതാണ് ഒരു റൂമിൽ വെച്ചിരിക്കണത് കേട്ടോ. നമ്മൾ പിന്നെ പുതിയ ഫാനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ഷെഡിൽ ഉപയോഗിച്ചിരുന്ന 2 ഫാൻ ഉണ്ടല്ലോ, പിന്നെ 3 ഫാൻ ഇതേപോലെ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിനി. അതുകൊണ്ട് പിന്നെ ഫാൻ വാങ്ങേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഫാൻ ഒരു റൂമിലും പിന്നെ മറ്റേ റൂമിക്ക് വേറൊരു ഫാനും കിട്ടിയിട്ടുണ്ടായിനി കേട്ടോ. ഇത് കുഞ്ഞുട്ടിൻ്റെ ജ്യേഷ്ഠൻ്റെ വകേനി കേട്ടോ. അപ്പോൾ മക്കളൊക്കെ മേലൊക്കെ കഴുകി അകത്തൊക്കെ കയറി. പിന്നെ ഈ ഫാൻ ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടേനി. ഇത് ഹാളിലുള്ള ഫാനാണ് കേട്ടോ. ഇത് അയൽവാസി ഗിഫ്റ്റ് തന്നതേനി കേട്ടോ. മുസാഹിഫ് ഓതാൻ ഒരു തട്ടിട്ട് പാടി എന്ന് പറഞ്ഞപ്പോൾ നല്ല എൻ്റെ തട്ടൊക്കെ പോയിട്ട് വന്നുകാണ്ട് ഇവിടെ ഷൈൻ ചെയ്യാൻ നിൽക്കണം കേട്ടോ. അപ്പം ഇനി ഒരാളോട് മുസാഹിഫ് ഓതുന്നുണ്ട്. അപ്പം ഇനി കുറച്ച് സമയം ഓലെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് പോകും കേട്ടോ. ജനമോനാണെങ്കിൽ പിന്നെ ഓലെ ബുക്കൊക്കെ പിടിച്ച് വലിച്ചിട്ടും അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ പരിപാടിയും കാണിച്ചിട്ട് ഓനും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഒരു കൊറിയർ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ വെള്ളം ഇങ്ങനെ പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാൻ ചോറൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കണം കേട്ടോ. ഞാൻ രാവിലെ വെക്കുമ്പോൾ തന്നെ വൈകിട്ടുള്ളത് കുറച്ചൊരു 3/4 വേവിന് ഞാൻ ഊറ്റി വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ചൂടാക്കി തിളപ്പിച്ച് എടുക്കേണ്ട ചെയ്യുക. അപ്പം നമ്മൾ കൊറിയർ എത്തി ഇവിടെ ഞാൻ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അതെന്തായാലും ഈ വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്യണില്ല, അതൊരു വീഡിയോ ആയിട്ട് തന്നെ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ അതൊരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും കാണണേ. അപ്പം ഞാൻ ചോറൊക്കെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. ഞാൻ അധികം ഇപ്പോൾ നൈറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാത്തതിൻ്റെ ഒരു റീസണാണ് ഇപ്പോൾ നിങ്ങൾ വെച്ചേട്ടോ. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കലും ഒന്നിനും സമ്മതിക്കൂല കേട്ടോ. സിനിമോന് എൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ കൂടിക്കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് അജു വന്നിട്ട് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് നോക്കി, പക്ഷേ ആ സമയത്തൊന്നും ആരെടുത്തേക്കും പോകില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഓൻ ഉറക്കി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിനി കേട്ടോ. കുട്ടികളും കുഞ്ഞുട്ടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിനി. അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രം കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. പിന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫേസ് ഒന്നും കാണിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂ ഒന്നും കൂടാത്തത്. പിന്നെ വേറെ ഏതൊരു യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിനി ആൾ. അപ്പോൾ ആൾ ആദ്യം ഫേസ് ഒന്നും കാണിക്കൂല, ഇനി അതിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫേസ് കാണിക്കണമെന്ന്. അങ്ങനെ ഫേസ് കാണിച്ചതിന് ശേഷം ആൾക്ക് വ്യൂവും സബ്സ്ക്രൈബേഴ്സൊക്കെ നല്ലോണം കൂടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിനി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലാണ് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ള ഒരിതാണ് കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു മെൻറ്റാലിറ്റി കേട്ടോ. നമ്മൾ വീഡിയോസ് ഒന്നും അവർക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സോ ട്രിക്സോ എന്തെങ്കിലും അവർക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒന്നുണ്ടായാൽ ആളുകൾ വീഡിയോ കാണും. പിന്നീട് തുടർന്ന് നമ്മൾ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. പിന്നെ ഇടയ്ക്ക് നിങ്ങൾ ഫേസ് കാണിക്കുകയും ചെയ്യും, ഇടയ്ക്ക് നിങ്ങൾ ബ്ലറാക്കുകയും ചെയ്യും. അതെന്താണെന്ന് ചോദിക്കണ്ടേ. അപ്പോൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊന്നും ചിലപ്പോൾ ഞാൻ വിചാരിച്ച മാതിരി ഞാൻ ചിലപ്പോൾ തട്ടൊന്നും ശരിക്കായിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മുടി കുറേ കാണുന്നൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഞാൻ അവിടെയൊക്കെ ഇതാക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് വീഡിയോ എടുത്തു തരാൻ വേറൊരു ക്യാമറമാനിയൊന്നും ഇല്ലല്ലോ, എല്ലാം ഞാൻ തന്നെയല്ലേ. ഇനിയിപ്പോൾ ക്യാമറ എടുക്കുന്ന സമയത്ത് അതങ്ങനെയാണ്ട് ഇതിങ്ങനെയൊന്നും ശരിയാക്കണം എന്നൊന്നും പറയാൻ ആരും ഇല്ലല്ലോ. ഞാൻ ട്രൈപോഡ് വെക്കുന്നു, ഓനാണെങ്കിൽ ഒന്നും മിണ്ടൂല്ല. അങ്ങനെ മിണ്ടാപൂച്ചായി ഞാൻ എവിടെയെങ്കിലും വെച്ചാൽ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കുന്ന സമയത്തേക്കാരം അവിടെ അങ്ങനെ ശരിയായിട്ടില്ല, അവിടെ അങ്ങനെ ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ആ ഒരു വീഡിയോയിൽ ആ ഒരു ഭാഗമായിട്ട് കട്ട് ചെയ്ത് കളയാനും പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ ആ വീഡിയോൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇക്കാരം ആ ഒരു ഭാഗത്ത് കൂടെ കടന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ നമുക്കത് ഒഴിവാക്കലും നടക്കൂല. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ഞാനിങ്ങനെ ബ്ലറാക്കണതും ഇതാക്കണതൊക്കെ കേട്ടോ. അപ്പോൾ ഫേസ് കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് പിന്നെ ആൾ ഇതും കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളിങ്ങനെ ഫേസ് കാണിക്കാതെ വീഡിയോ ചെയ്യണത് കൊണ്ട് ഞങ്ങൾ വീഡിയോ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു, ഇനി നിങ്ങൾ എന്ന് ഫേസ് കാണിക്കുന്നോ അന്നേ ഞാൻ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിനി കേട്ടോ.
ഞാനിപ്പോൾ എനിക്ക് എന്താ പറയുക, ഇഷ്ടമുള്ളവർ നിൽക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ പോട്ടെ അല്ലേ, അല്ലാതെ എന്ത് പറയാൻ. അപ്പം ഞാൻ പൈപ്പിൻ്റെ പ്രശ്നം പറഞ്ഞില്ലേ, സിങ്കിൻ്റെ കാര്യമൊക്കെ, അപ്പോൾ അതൊന്ന് പറഞ്ഞുതരാം കേട്ടോ. പൈപ്പ് നമ്മൾ മാറ്റിക്കൊണ്ടുവന്ന് വലിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അതും എന്താ ഈ ഒരു കഴുകുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വെള്ളം ചാടണുള്ളൂ കേട്ടോ. ഇതും കൊണ്ട് ഞാനങ്ങോട്ട് ആകെ ഇങ്ങോട്ട് ഇടങ്ങേറായി എന്ന് പറഞ്ഞ മാതിരിയാണേ. കാരണം ഇങ്ങനെ കഴുകുമ്പോൾ ആകെ വെള്ളം ഒന്നായിട്ട് ഇങ്ങോട്ട് ഒലിക്കും കേട്ടോ. ഇതിനിപ്പോൾ ഞാൻ ആ എക്സ്റ്റൻഷന് വെക്കണം, എന്നാൽ പിന്നെ ശരിയാകും. കുഞ്ഞുട്ടി വന്നപ്പോൾ കുഞ്ഞുട്ടി പറഞ്ഞു കുഞ്ഞുട്ടിക്കും അത് വെക്കാൻ വയ്ക്കൂല എന്നുള്ളത്. അപ്പം ഞാൻ അറിയണ ആരൊക്കെണ്ടെങ്കിലൊക്കെ ഒന്ന് വെപ്പിച്ചണം, എന്നെങ്കിലേ ഇപ്പോൾ ഒരു സമാധാനമാകുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കഴുകി ഇങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ ആകെ വള്ളക്കളിയാവും കേട്ടോ. അതിനാണ് ഞാൻ വൈപ്പറൊക്കെ വാങ്ങി വെച്ചത് കേട്ടോ. സിങ്ക് ഉണ്ടല്ലോ, ഈ കറക്റ്റ് ജനലിൻ്റെ ഭാഗത്ത് തന്നെ വെച്ചതുകൊണ്ട് പറ്റിയൊരു ഫാൾട്ട് ഉണ്ട് കേട്ടോ. അത് കുറച്ച് അപ്പുറത്തേക്ക് അങ്ങോട്ട് ആ ചുമരിൻ്റെ ഭാഗത്തേക്കൊക്കെ ആണെങ്കിൽ പൈപ്പൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കേനു. പിന്നെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഒരു അരക്കട്ട വെച്ച് പൊന്തിക്കുകയാണെങ്കിൽ ആ ചുമരുമ്പോൾ തന്നെ വെക്കാൻ പറ്റുമോ കേട്ടോ. പക്ഷേ ഒരു ഇഷ്ടികയാണ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്. അപ്പോൾ അത് പിന്നെ ജനലിൽ തന്നെ പൈപ്പ് ആയതുകൊണ്ട് ഇതാ കണ്ടോ, നമ്മൾ പാത്രം കേക്കൊക്കെ കഴിയുമ്പോഴത്തേന് ഇവിടേക്കൊക്കെ വള്ളക്കളി വരും കേട്ടോ. ഇവിടെയൊക്കെ ഈ ഗ്യാസിൻ്റെ ഇവിടേക്കൊക്കെ വെള്ളം ഉണ്ടാവും. അപ്പം പിന്നെ ഞാനത് വൈപ്പർ വെച്ചിട്ട് ഒന്ന് വടിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ തുടച്ചെടുക്കലാണ് കേട്ടോ പണി. അപ്പം ഇനിയിപ്പോൾ ആ എക്സ്റ്റൻഷന് വെച്ചാൽ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ അന്ന് ജനലിൻ്റെ ഭാഗത്ത് എനിക്ക് കുറച്ചുകൂടി വെട്ടം വെളിച്ചമൊക്കെ കിട്ടിക്കോട്ടെ എന്നുള്ളതിൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ അങ്ങനെ വെച്ച്. പക്ഷേ ആ ഒരു ഭാഗത്ത് പൈപ്പ് വെക്കാൻ കഴിയൂല, ഇവിടെ വെക്കേണ്ടി വരും എന്നൊക്കെ ഉള്ളത് അങ്ങനെ ഇങ്ങോട്ട് ചിന്തിച്ചാനായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് അന്തം അന്നില്ലല്ലോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, സിംഗിൾ അന്നൊന്നും അങ്ങനെ അങ്ങോട്ട് കഴുകിയൊന്നും വലിയ ശീലവും പരിചയമൊന്നും ഇല്ലല്ലോ. ഇനി നമുക്ക് ആർക്കെങ്കിലുമൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഉള്ളതേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അതൊക്കെ ഇപ്പം ഞങ്ങളോട് പറയുന്നത് എന്തിനാണ് നിങ്ങൾ വിചാരിക്കേണ്ട. ആരെങ്കിലുമൊക്കെ പുതിയ വീട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലുണ്ട്. ഒന്ന് ആ ഒരു ചുമരിൻ്റെ ഭാഗത്തേക്കോ ആക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇതാ ആ ഒരു ജനലിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഭാഗം കുറച്ചുകൂടി ഉയരത്തിൽ ഒരു അരക്കട്ട വെച്ച് പൊന്തിക്കുകയാണെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾക്കൊന്നും പറ്റാണ്ടിരിക്കട്ടെ. നമുക്ക് ആ എക്സ്റ്റൻഷൻ വെച്ചാൽ ചിലപ്പോൾ ശരിയാവും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇൻഷാല്ലാ വീഡിയോയിൽ കാണിച്ചു തന്നെ കേട്ടോ. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് അതൊക്കെ വെച്ച് ശരിയാക്കിയൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ. ഈ ഭാഗത്തത്തെ 2 ജനൽ വെച്ചിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കി നമുക്ക് വർക്ക് ഏരിയ എടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഈ 2 ജനലിലുകൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ വെറുതെ അതിന് പൈസ ചിലവാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ജനൽ വെക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഷ്ടമായിക്കണമെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും. ബൈ ബൈ.